Hi all. CSEB എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ആർട്ടിക്കിൾസിന്റെ ഭാഗത്തു നിന്നൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി amended according to the procedure laid down in the following article. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അറിയാം, നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ് അല്ലെ. ആർട്ടിക്കിൾ 368 എന്ത് പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ് എന്നുള്ളത് കൂടെ പഠിച്ചു പോവാം. അപ്പൊ ആർട്ടിക്കിൾ 110 എന്താ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. നമ്മുടെ മണി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഈ പറയുന്ന 110ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ 352 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ ആണ്. അതെന്താ പറയുന്നത്? നമ്മുടെ നാഷണൽ എമർജൻസി അല്ലെ. നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 352 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 44 DPSP എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് 44 എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? യൂണിഫോം സിവിൽ കോഡ് അല്ലെ. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് തന്നെയാണ്, പഠിച്ചു വെക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 368 എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ 368 ആണ്. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്